Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ ഇൻട്രസ്റ്റ് അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് പല ഷിഫ്റ്റുകളിലായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് അതായത് ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So first question എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എ മാൻ ഇൻവെസ്റ്റ് ₹1550 in two parts, one part at 8% of interest and another part at 6% of interest. If the total interest earned in 1 year is ₹106, find the amount invested at each rate of interest respectively. So നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ അയാളുടെ കയ്യിൽ ടോട്ടൽ 1550 രൂപയാണ് ഉള്ളത്. അയാളത് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈക്വൽ അല്ല കേട്ടോ, 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ ഒരു പാർട്ട് അയാൾ 8% ഓഫ് ഇൻട്രസ്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുപോലെ മറ്റ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 6% ഓഫ് ഇൻട്രസ്റ്റിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അയാൾക്ക് രണ്ടിൽ നിന്നും കൂടിയിട്ട് ടോട്ടൽ ഒരു വർഷത്തേക്ക് 106 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആള് രണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ രണ്ടിലും എത്രത്തോളം എമൗണ്ട് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത്, രണ്ട് ഇൻവെസ്റ്റ്മെന്റിലും എത്രത്തോളം എമൗണ്ട് വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് I = PNR/100 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്താ പറയുക ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ എഴുതിയിട്ടാവും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്റ്റെപ്സ് ഒന്നും എഴുതി കുറേ ടൈം കളയേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളോട് പറഞ്ഞു 1550 രൂപയാണ് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു. ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ₹650 അതുപോലെ ₹900 അങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ. ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 650 900 ആഡ് ചെയ്യുമ്പോൾ 1950 വരുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് എമൗണ്ട് 650 എടുക്കണു. 650 എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിനാണ്? 8% ഇൻട്രസ്റ്റിനാണ് 1 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ PNR/100 അത് അപ്ലൈ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ P എന്ന് പറയുന്നത് ഇവിടെ 650 ആണ്, N എന്ന് പറയുന്നത് 1 ആണ്, R എന്ന് പറയുന്നത് 8/100 ആണ്. സോ 650 × 8/100 × 1 ചെയ്യുന്ന സമയത്ത് നമുക്ക് 52 എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് എമൗണ്ട് അതായത് 900 എന്നുള്ളത് 6% ഇൻട്രസ്റ്റിനാണ് 1 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 900 × 6/100 × 1 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ വരുന്നുണ്ട്? 106 വരുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 106 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് 106 അല്ല വന്നത് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ഓപ്ഷൻ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കി നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഈ ഫോർമുലയെല്ലാം എഴുതി കുറേ സ്റ്റെപ്സ് എല്ലാം എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയതുകൊണ്ട് തന്നെ ഭയങ്കര സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസിൽ നിന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ certain sum deposited in a bank becomes ₹1008 in 2 years and ₹1164 in 3.5 years. Find the sum deposited in the bank and rate of interest per annum. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താ വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി, ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 2 വർഷം കൊണ്ട് ആ എമൗണ്ട് എന്നുള്ളത് 1008 രൂപയായിട്ട് മാറുന്നുണ്ട്. ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്. എമൗണ്ട് എന്നുള്ളത് എത്രയും മാറുന്നുണ്ട്? 1008 രൂപയായിട്ട് മാറുന്നുണ്ട് 2 വർഷം കൊണ്ട്. അതുപോലെ 3.5 ഇയേഴ്സ് കൊണ്ട് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1164 ആയി മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര എമൗണ്ട് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബാങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പെർ ആനം എത്രയാണ്. ഓക്കെ, സോ നമുക്ക് എന്താ പറയുക സ്റ്റെപ്സ് ഒന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ടിട്ട് ഓപ്ഷൻസ് നിന്ന് എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കാം കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ₹700 ആണ്. ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് 12% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം പറയുന്ന കണ്ടീഷൻ എന്താ, 2 വർഷം കൊണ്ട് അത് 1008 രൂപയായിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ₹700 അല്ലേ, I = PNR/100 തന്നെ ഇട്ട് നോക്കുക. അപ്പോൾ 700 × 12/100 × 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ആൻസർ വരും? ഓരോ ഓപ്ഷൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 700 × 2 ഇയേഴ്സിനാണ്, 2 × 12/100 ചെയ്യുന്ന സമയത്ത് നമുക്ക് 168 എന്നാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 ഇയേഴ്സ് കൊണ്ട് വരുന്ന എമൗണ്ട് ആണ് 1008 എന്ന് പറയുന്നത്. അപ്പൊ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? പിയുടെ കൂടെ ആ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ 700ന്റെ കൂടെ നമുക്ക് വന്ന 168 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 868 അതാണ് എന്ത് വരിക, 2 ഇയേഴ്സ് കൊണ്ട് ആവുന്ന എമൗണ്ട് കിട്ടുക. അപ്പൊ അതാണോ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? അല്ല, 1008 എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ല, അതല്ല ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് നോക്കി നോക്കാം. സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് ₹800 ആണ്. ഇതുപോലെ തന്നെ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. 800 ആണെങ്കിൽ 2 ഇയേഴ്സിനല്ലേ, 2 ഇയേഴ്സിന് എത്ര ഇൻട്രസ്റ്റ്, 13% ഓഫ് ഇൻട്രസ്റ്റ് എത്രയാവും വരിക എന്ന് നോക്കുക. ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. I = PNR/100, 800 × 2 × 13/100 ചെയ്യുന്ന സമയത്ത് നമുക്ക് 208 എന്ന് കിട്ടും. അത് ഇൻട്രസ്റ്റ് ആണ്. സോ അത് നമ്മൾ പിയുടെ കൂടെ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. 800ന്റെ കൂടെ 208 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1008 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഇത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം കൂടി നോക്കി നോക്കാം. അതായത് 3.5 ഇയേഴ്സിന് അത് എത്രയായി മാറുന്നുണ്ട്? 1164 ആയിട്ട് മാറുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്ലൈ ചെയ്ത് നോക്കാം. I = PNR/100 തന്നെയാണ് നമ്മുടെ ഫോർമുല. P എന്ന് പറയുന്നത് 800 ആണ്, N എന്ന് പറയുന്നത് 3.5 ആണ്, അതുപോലെ R എന്ന് പറയുന്നത് 13/100 ആണ്. നമ്മൾ ചെയ്ത് നോക്കി നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് 364 എന്നാണ് കിട്ടുക. അത് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1164 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്നതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ കുറെ സ്റ്റെപ്സും എല്ലാം എഴുതി ഫോർമുല എല്ലാം എഴുതി കണ്ടുപിടിക്കുന്നതിനേക്കാളും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ട്രൂ? ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത്, ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് ₹40 and the gain is 15%, the cost price of the article is ₹32. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലെ ഇത് നമ്മൾ ഓരോരോ സ്റ്റേറ്റ്മെന്റ്സ് ഓരോരോ പ്രോബ്ലം ആണ്. അപ്പോൾ അത് ഓരോന്നും ചെയ്ത് നോക്കി കറക്റ്റ് ആണോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് ഒരു ആർട്ടിക്കിളിന്റെ 40 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15% ഓൺ കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, 15% ആണ് നമുക്ക് ഗെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് 32 ആണെന്നാണ് പറയുന്നത്. 32 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെയാ ചെയ്യുക? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ എപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് ആയിട്ടുള്ള പ്രൈസ് ആണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും 100 ആയിട്ടാണ് അസ്യൂം ചെയ്യുക. ഓക്കെ, അതിനുശേഷം കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ് എന്ത് നമ്മൾ ചാർജ് ചെയ്യുക, പ്രോഫിറ്റ് ചാർജ് ചെയ്യുക അല്ലെ. പ്രോഫിറ്റ് ആണെങ്കിലും അതെ, ലോസ് ആണെങ്കിലും അതെ, നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ മുകളിലാണ് പറയുക. ഇപ്പൊ പ്രോഫിറ്റ് 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100ന്റെ മുകളിൽ 15% എന്നാണ് അല്ലെ വരുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് വരിക, 100 + 15. അപ്പൊ നമുക്ക് 115 കിട്ടും. അതാണ് സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഉള്ളത് നമുക്കിപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. 15% ആണ് പ്രോഫിറ്റ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് പ്രോഫിറ്റ് 15% ആയതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 + 15 115 ആയിരിക്കും എന്ന് അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, ഇനി ലോസിന്റെ കേസിലാണെങ്കിലോ അതും ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഉള്ളത് 100 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. 15% ലോസ് ആണ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100നേക്കാൾ 15 കുറച്ചിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ 100ന്റെ 15% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും, 85 എന്നുള്ളതാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നോക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പൊ അല്ലെ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 40 ആണെങ്കിൽ
ആ ഒരു പ്രൊഡക്റ്റിന് 15% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് 32 ആണോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 40 ആണ് അല്ലെ. സെല്ലിംഗ് പ്രൈസ് 40 എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ എത്ര ഗെയിൻ കിട്ടി എന്നാ പറയുന്നത്? 15% ഗെയിൻ കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ പ്രൊഫിറ്റ് എന്ന് പറയുന്നത് 15 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഉള്ളത് എത്ര വരും? 115 വരും. അപ്പൊ ഇവിടെ 40 എന്ന് പറയുന്നത് 115 ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസ് എത്ര ഇൻറ്റു 100, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ 40/115 ഇൻറ്റു 100. അപ്പൊ നമ്മളത് ചെയ്യുന്ന സമയത്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 34.78 എന്നാണ് കിട്ടുക കോസ്റ്റ് പ്രൈസ്. ഓക്കെ, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ് തന്നിട്ടുള്ളത്? 32 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതെന്തല്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അത് തെറ്റാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെല്ലിംഗ് പ്രൈസ് 40 ആണെങ്കിൽ 15% പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല, 32 ആവില്ല. കോസ്റ്റ് പ്രൈസ് എന്നുള്ളത് എത്രയാണ് ആവുക? 34.78 ആണ് ആവുക. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. A man bought a toy for ₹150 and sold it at a profit of 8%. He sold the toy for ₹162. അപ്പോൾ ഒരാള് ഒരു ടോയ് വാങ്ങിച്ചിരിക്കുന്നത് 150 രൂപയ്ക്കാണ്. അപ്പൊ അത് ആ 150 രൂപയ്ക്ക് അയാൾ വാങ്ങിച്ച ആ ഒരു ടോയ് എന്ന് പറയുന്നത് അയാൾ 8% പ്രോഫിറ്റിന് മറ്റൊരാൾക്ക് വിറ്റു. ഓക്കെ, അപ്പൊ അയാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 150 രൂപയാണ് അയാളുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ 150 രൂപ കോസ്റ്റ് പ്രൈസ് ഉള്ള ആ ഒരു സാധനം എന്ന് പറയുന്നത് അയാൾ 8% പ്രോഫിറ്റിന് മറ്റൊരാൾക്ക് വിറ്റു. അപ്പോൾ 150ന്റെ എത്ര ശതമാനം കണ്ടുപിടിക്കണം? നമ്മളെപ്പോഴും പറഞ്ഞു കോസ്റ്റ് എന്നുള്ളത് 100 തന്നെ എടുക്കുക. 8% പ്രോഫിറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ 100 + 8 108 ആണ് അപ്പോൾ വരിക സെല്ലിംഗ് പ്രൈസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെ. സോ 150 ഇൻറ്റു 108 ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ ആയിട്ട് വരിക 162 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ സെൽ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 162 ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് സി നോക്കാം. A man buys a cycle for ₹500, but due to some problem he sells it for ₹400. He thus incurs a loss of 22%. അതായത് 500 രൂപയുടെ ഒരു സൈക്കിള് അയാൾ 400 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 22% ലോസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാ കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുക? 500ന്റെ 22% ലോസ് വന്ന 400 ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. അപ്പോൾ എന്ത് ചെയ്യണം? 500 ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. ലോസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100ന്ന് ആ ലോസ് പെർസെന്റേജ് മൈനസ് ചെയ്യാണ് ചെയ്യുക അല്ലെ. അപ്പോൾ 78 എന്ന് കിട്ടും. അപ്പൊ 500ന്റെ 78% ആണോ എന്ത് 400 എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 500 ഇൻറ്റു 78/100 ചെയ്യുന്ന സമയത്ത് നമുക്ക് 390 എന്നാണ് കിട്ടുക, അല്ലാണ്ട് 400 അല്ല കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് തെറ്റാണ്. ഇനി നമുക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് നോക്കാം. കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഇഫ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് ഈസ് ₹210 ആൻഡ് ദ ലോസ് ഈസ് 30% ഈസ് ₹300. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ആർട്ടിക്കിൾ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്നുള്ളത് 210 അതുപോലെ അതിന് ഇൻക്വയർ ആയിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞാൽ 30% ആണെങ്കിൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 300 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് രണ്ട് രീതിയിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് 300ന്റെ മുകളിൽ 30% ലോസ്, അതായത് 30% ലോസ് എന്ന് പറഞ്ഞാൽ 100ന്ന് 30 പോയി കഴിഞ്ഞാൽ 70%. അപ്പൊ 300ന്റെ 70% എന്ന് പറയുന്നത് 210 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 300 ഇൻറ്റു 70/100 ഇസ് ഈക്വൽ ടു 210. അങ്ങനെയാണോ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ 210 എന്ന് പറയുന്നത് 70 ആണെങ്കിൽ 100 എത്ര? 300 ആണോ? അങ്ങനെ നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ അങ്ങനെയാ ചെയ്തിരിക്കുന്നത്. 210 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു 100 അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത് 300ന്റെ എന്താ പറയാ 70% എന്ന് പറയുന്നത് 210 ആണോ അങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെയ്യുന്ന സമയത്ത് അത് തന്നെയാണ് വരിക. 300ന്റെ 70% എന്ന് പറയുന്നത് 210 ആയിരിക്കും. ഇനി അതല്ല 210 എന്ന് പറയുന്നത് 70 ആണെങ്കിൽ 100 എത്ര അങ്ങനെ കണ്ടുപിടിച്ചാലും 300ന് കിട്ടും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ 4 സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ബിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ 3 ആയിരിക്കും, അതായത് ബി ആൻഡ് ഡി ഓൺലി, അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. A man sold an article at a profit of 6.5%. If he had sold the article for ₹1,250 more, he would have earned a profit of 10% അല്ല കേട്ടോ 19% ആണ്. He would have earned a profit of 19%. What is the cost price of the article? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരാള് ഒരു ആർട്ടിക്കിള്
6.5% പ്രോഫിറ്റിനാണ് വിറ്റത്. ഇനി അയാൾ ഇപ്പോൾ വിറ്റ സെല്ലിംഗ് പ്രൈസിനേക്കാൾ 1250 രൂപയും കൂടി കൂട്ടിയിട്ട് ഒരു സെല്ലിംഗ് പ്രൈസിന് വിൽക്കുകയായിരുന്നെങ്കിൽ അയാൾക്ക് 19% പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളോട് കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ വെച്ചാൽ ഇപ്പം അയാൾക്ക് കിട്ടിയിരിക്കുന്ന 6.5% പ്രോഫിറ്റിനാണ്. 1250 രൂപ കൂടുതൽ വിൽക്കുകയായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമായിരുന്നു? 19% പ്രോഫിറ്റ് കിട്ടുമായിരുന്നു അല്ലേ? അപ്പോൾ ആ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 19%ഉം 6.5%ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 12.5 ആണ്. ആ 12.5 ആണ് എത്ര എന്ന് പറയുന്ന 1250 എന്ന് പറയുന്നത് എമൗണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 1250 എന്ന് പറയുന്നത് 12.5 ആണെങ്കിൽ 100 എത്ര? 100 അല്ലേ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 1250 ഡിവൈഡഡ് ബൈ 12.5 ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 10,000 എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ₹10,000 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ടെക്നിക്കുകളെ പറ്റിയെല്ലാം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. അപ്പോൾ ഇവിടെ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ് പാറ്റേൺ അവർ യൂസ് ചെയ്തിരിക്കുന്നത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്ക്വയേഴ്സും ക്യൂബ്സും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് സ്ക്വയേഴ്സും ക്യൂബ്സും ആണ് തന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണ് പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഇൻക്രീസിങ് ഓർഡറിൽ സ്ക്വയേഴ്സും അതുപോലെ ഡിക്രീസിങ് ഓർഡറിൽ ക്യൂബ്സും ഓൾട്ടർനേറ്റീവ്ലി തന്നിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാ വെച്ചാൽ 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ ക്യൂബ് 125, 5ന്റെ സ്ക്വയർ 25, 4ന്റെ ക്യൂബാണ് 64 എന്ന് പറയുന്നത്. പിന്നെ 6ന്റെ സ്ക്വയറിന്റെ 36, 3യുടെ ക്യൂബാണ് 27, 7ന്റെ സ്ക്വയർ ആണ് 49 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും വരിക? ക്യൂബ്സ് എന്നുള്ളത് ഡിക്രീസിങ് ഓർഡറിലാണ് അല്ലേ? 5, 4, 3 അടുത്തത് 2 ആയിരിക്കും വരിക. 2ന്റെ ക്യൂബ് ആയിരിക്കും വരിക. അപ്പോൾ 2ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 8 ആണ് വരിക. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 8 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള നമ്പർ സീരീസ് ആണ് കേട്ടോ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ മെയിൻലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. ഒരു നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.